നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പവിഴം സൈലേജ് നിർമ്മാണ യൂണിറ്റിന് തുടക്കം. പ്രവർത്തനം ഏച്ചൂർ മാവേലി സ്റ്റോറിന് സമീപം. ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ക്ഷീര കർഷകൻ ശിവകുമാർ. നിർമ്മാണം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റേത് സർവകലാശാലകളെ തകർക്കുന്ന നയസമീപനം. കുറ്റപ്പെടുത്തലുമായി ജോൺ ബ്രിട്ടാസ് MP. പരാമർശം കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ ടീച്ചേഴ്സ് കളക്ടീവ് വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ. സഹനസൂര്യൻ വിടവാങ്ങി. കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ വിട പറഞ്ഞത് 30 വർഷം നീണ്ട കിടപ്പ് ജീവിതത്തിന് ഒടുവിൽ. അന്ത്യം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ. 2023-24 എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പവിഴം സൈലേജ് യൂണിറ്റ് നിർമ്മാണോദ്ഘാടനം ഏച്ചൂർ മാവേലി സ്റ്റോറിന് സമീപം നടന്നു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള ഉദ്ഘാടനം ചെയ്തു. ഞാടി നരമ്പ് എന്ന് പറഞ്ഞ നമ്മുടെ ഡയറി ഓഫീസറായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് നമ്മളോട് പറഞ്ഞത് ഇത്തരം ഒരു പരിപാടി ഉണ്ട്, അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളോട് ഭരണസമിതിയോട് വിശദീകരിച്ചപ്പോൾ നമുക്ക് തോന്നി അത് നല്ലൊരു പദ്ധതിയാണ് എന്ന് തോന്നി. നമ്മളത് പദ്ധതി വെക്കുകയും നമ്മുടെ DPC അനുമതി വാങ്ങാൻ പോകുമ്പോൾ അവിടുന്ന് നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് DPC മീറ്റിംഗിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ കളക്ടറൊക്കെ ഇരിക്കുന്ന ആ ഒരു DPC മീറ്റിംഗിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി വിശദമായി വേണമെന്ന് പറഞ്ഞു. നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ നല്ലൊരു പ്രൊജക്റ്റായി അദ്ദേഹം അംഗീകരിക്കുകയുണ്ടായത്. കളക്ടർ പറഞ്ഞു ഏറ്റവും നല്ല മാതൃകാപരമായ പദ്ധതിയാണിത്, ഇത് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടുള്ളൊരു പദ്ധതിയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് DPC അംഗീകാരം കിട്ടുകയും നമ്മൾ അത് ഭരണസമിതിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിൻ്റെ ഭാഗമായി നമ്മൾ ഇത് പത്രത്തിലൂടെ ഈ ഒരു കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ പത്രത്തിൽ നിന്ന് കണ്ടപ്പോൾ എന്നെ ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു. ഈ ഒരു പ്രൊജക്റ്റ് നിങ്ങൾ പത്രക്കാർ മാത്രമല്ല മറ്റ് ബ്ലോക്കുകളിൽ നിന്ന് എന്നെ വിളിക്കുകയുണ്ടായി. ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പദ്ധതി ആസൂത്രിച്ചത്, എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ, എങ്ങനെ ഇത് സാധിച്ചോ എന്നു ചോദിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ തുടങ്ങാൻ കുറച്ച് വൈകിപ്പോയതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു കോൾ വന്നു. മാഡം, ഇത് നിങ്ങൾ ഈ പദ്ധതി എപ്പോഴാണ് അത് കർഷകനായിരുന്നു. അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ ഒരു പുല്ലച്ചാർ അദ്ദേഹം എവിടുന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് അങ്ങനെ അദ്ദേഹം വാങ്ങിയിട്ട്, അപ്പോൾ ഇതിന് നാട്ടിൽ ഏതൊരു സ്ഥലത്ത് ഉള്ളെടുക്കുന്ന 350 രൂപ, പക്ഷെ അദ്ദേഹം നേരെ ഡബിള് പൈസ കൊടുത്തിട്ട് അദ്ദേഹം ഇത് വാങ്ങിയെന്ന് പറഞ്ഞു. പക്ഷെ ഏറ്റവും നല്ല സാധനം വെച്ചാൽ പശുക്കൾക്ക് പാല്, ഗുണമേന്മയുള്ള പാലുൽപ്പന്നത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സാധനം അദ്ദേഹം തേടിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറെ വൈകാണ്ട് ഈ ഒരു പ്രൊജക്ട് ആരംഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ നമുക്കിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി, പക്ഷെ നമുക്ക് തോന്നി. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ അധ്യക്ഷത വഹിച്ചു. മുണ്ടേരി ക്ഷീരസംഘം സെക്രട്ടറി കട്ടേരി പ്രകാശൻ സ്വാഗതം പറഞ്ഞു. കണ്ണൂർ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സജിനി ക്ഷീര കർഷകൻ ശിവകുമാറിന് നൽകിക്കൊണ്ട് ആദ്യ വിൽപ്പന നടത്തി. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ബാലഗോപാലൻ, പങ്കജാക്ഷൻ, CM പ്രസീത ടീച്ചർ, C ലത, K ബിന്ദു, C ലാവണ്യ, M വിജയൻ, KV പ്രസീത, മുഹമ്മദ് അർഷാദ്, T രവീന്ദ്രൻ, EK ചാന്ദിനി, TP വിനീഷ്, കട്ടേരി നാരായണൻ, MP അബ്ദുൽ ഖാദർ, മുണ്ടേരി ഗംഗാധരൻ, ലക്ഷ്മണൻ തൊണ്ടിക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു അഭിമാനകരമായിട്ടുള്ള നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ ആദ്യത്തെ സംരംഭം, അതും ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷകർക്ക് വേണ്ടി വിപ്ലവകരമായിട്ടുള്ള ഒരു മുന്നേറ്റം സൃഷ്ടിക്കാവുന്ന, ഒരുപാട് പേർക്ക് തൊഴിൽ നൽകാൻ സാധിക്കുന്ന ഒരു ജനകീയ സംരംഭം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. കാനന്നൂർ ബാർബൽ ക്ലബ് മേറ്റ്സിന്റെ 50ാം വാർഷികവും മഹാഗുരുനാഥൻ നാട്യാല ജനാർദ്ദനൻ ജന്മശതാബ്ദിയും 22-ന് കണ്ണൂരിൽ നടക്കും. 1974 മുതൽ കാനന്നൂർ ബാർബൽ ക്ലബ്ബിൽ കളിച്ചവരുടെ കൂട്ടായ്മയാണ് കാനന്നൂർ ബാർബൽ ക്ലബ് മേറ്റ്സ്. ഭാരോദ്വഹനത്തിലും പവർ ലിഫ്റ്റിംഗിലും ശരീര സൗന്ദര്യ മത്സരത്തിലും ഏറെ ദേശീയ അന്തർദേശീയ താരങ്ങളെ പരിശീലിപ്പിച്ചെടുത്ത ഗുരുനാഥനാണ് നാട്യാല ജനാർദ്ദനൻ. ബാർബർ ക്ലബ് മീറ്റ്സിൻ്റെയും അതിൻ്റെ മഹാഗുരുനാഥൻ നാട്യാല ജനാർദ്ദൻ അവர்களுടെയും ജന്മശതാബ്ദിയും 50ാം വാർഷികവും ഡിസംബർ 21-ന് ആഘോഷിക്കുകയാണ്. ഈ ബാർബർ ക്ലബ് മീറ്റ്സ് എന്ന് പറയുമ്പോൾ 1974 കണ്ണൂരിൽ ബാർബർ ക്ലബിൽ കളിച്ചവരുടെ കൂട്ടായ്മയാണ്. അതിൻ്റെ ഗുരുനാഥനാണ് നാട്യാല ജനാർദ്ദനൻ. കണ്ണൂർ ജില്ലയിലെ ടൗണിൽ തന്നെ പാറക്കണ്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. 2014 ഓർമ്മയായി. വെയ്റ്റ് ലിഫ്റ്റിങ്ങിലും പവർ ലിഫ്റ്റിങ്ങിലും ബോഡി ബിൽഡിങ്ങിലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ തന്നെ
അദ്ദേഹത്തിൻ്റെ കോച്ചിങ്ങിലൂടെ വലിയൊരു സാന്നിധ്യം, വിപ്ലവകരമായൊരു സാന്നിധ്യം അറിയിച്ച ഒരു മഹാഗുരുനാഥനായിരുന്നു നാട്യാല ജനാർദ്ദനൻ. ഇദ്ദേഹം ഇന്ത്യൻ സർവീസസ് ടീമിൻ്റെ പരിശീലകൻ കൂടിയായിരുന്നു. കേരളത്തിലെ അയൽ ഗെയിംസിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാന്നിധ്യമാണ് ശ്രീ നാട്യാല ജനാർദ്ദനൻ. അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷം ബാർബർ ക്ലബ് മീറ്റ്സ് ഒരുപാട് സെമിനാറുകളും ഒരുപാട് സംസ്ഥാനതല മത്സരങ്ങളും സംഘടിപ്പിച്ച് കായിക രംഗത്ത് വലിയൊരു പ്രോത്സാഹനവും സഹായവും ചെയ്യുകയുണ്ടായി. ഡിസംബർ 21 ലോകമെമ്പാടുമുള്ള ബാർബർ ക്ലബ് മീറ്റ്സ് അന്ന് ഞങ്ങളെല്ലാവരും ഒത്തുകൂടും. നമ്മുടെ ഗുരുനാഥൻ്റെ ജന്മശതാബ്ദി ആഘോഷമായി മാറ്റും. ജന്മശതാബ്ദി ദിനത്തിൽ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന കാനന്നൂർ ബാർബർ മേറ്റ്സ് അംഗങ്ങൾ 21 കണ്ണൂരിൽ ഒത്തുകൂടും. കായിക രംഗത്തെ മികച്ച സേവനത്തിന് PJ ജോസഫ്, PK യശോധര, സജീവൻ, ഭാസ്കരൻ, TV പോളി, KV നന്ദന, ജാനിസ്, അബ്ബാസ് മാടായി, ജിജു ചന്ദ്രൻ എന്നിവർക്ക് നാട്യാല ജനാർദ്ദനൻ പുരസ്കാരം നൽകും. നാട്യാല ജനാർദ്ദനൻ മാധ്യമ പുരസ്കാരത്തിന് ജോബി ജോർജ് ഏഷ്യാനെറ്റ്, G ദിനേശ് കുമാർ മലയാള മനോരമ, അബ്ദുൾ മുനീർ സുദിനം എന്നിവർ അർഹരായി. വാർത്താ സമ്മേളനത്തിൽ മോഹനൻ പീറ്റേഴ്സ്, അഴീക്കോടൻ ജ്യോതി, VP കിഷോർ, MP അനിൽകുമാർ, അഡ്വക്കേറ്റ് കിഷോർ കുമാർ എന്നിവരും പങ്കെടുത്തു. മാലിന്യം കൂട്ടിയിട്ട സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പരിധിയിലെ വലിയ വെളിച്ചത്ത് നടത്തിയ പരിശോധനയിലാണ് വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന അമൽ കൺസ്ട്രക്ഷൻസ്, അമൃത അഗ്രോ ഇൻഡസ്ട്രീസ് എന്നീ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയത്. 5000 രൂപ വീതമാണ് 2 സ്ഥാപനങ്ങൾക്ക് പിഴ ഒടുക്കേണ്ടത്. തൊഴിലാളികളുടെ താമസ സ്ഥലത്തിന് സമീപത്തും ഉപേക്ഷിക്കപ്പെട്ട ചെങ്കൽക്കാറിക്ക് സമീപമുള്ള സ്ഥലത്തും വ്യാപകമായ മാലിന്യം വലിച്ചെറിഞ്ഞ നിലയിലും ഉപയോഗിച്ചു കഴിഞ്ഞ സിമന്റ് ചാക്കുകൾ അലക്ഷ്യമായി കൂട്ടിയിട്ട നിലയിലും സ്ക്വാഡ് കണ്ടെത്തിയിരുന്നു. വലിയ വെളിച്ചത്ത് പ്രവർത്തിക്കുന്ന അമൽ കൺസ്ട്രക്ഷൻസ്, അമൃത അഗ്രോ ഇൻഡസ്ട്രീസ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് 5000 രൂപ വീതം സ്ക്വാഡ് പിഴ ചുമത്തിയത്. നോട്ടീസ് നൽകി തുടർ നടപടികൾ സ്വീകരിക്കാൻ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരിക്കുൽ അൻസാർ, ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സനിത നാരായണൻ എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ 1 കാലത്ത് 9:30 കല്യാശ്ശേരി കെൽട്രോണിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് കെൽട്രോൺ MD KG കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യഘട്ടം 18 കോടി രൂപയും മൊത്തം 42 കോടി രൂപയും മുതൽ മുടക്കുള്ള ഈ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കാനുള്ളതാണ്. ഇതിൽ ആദ്യഘട്ടം പൂർത്തിയായതിന്റെ ഉദ്ഘാടനമാണ് കല്യാശ്ശേരി കെൽട്രോൺ നഗറിൽ നടക്കുന്നത്. ചടങ്ങിൽ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് അധ്യക്ഷത വഹിക്കും. ആദ്യഘട്ടം 18 കോടി രൂപയും മൊത്തം 42 കോടി രൂപയും മുതൽ മുടക്കുള്ള ഈ പദ്ധതി ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ ഉൽപാദന കേന്ദ്രം സ്ഥാപിക്കാനുള്ളതാണ്. ഇതിൽ ആദ്യഘട്ടം പൂർത്തിയായതിൻ്റെ ഉദ്ഘാടനമാണ് കല്യാശ്ശേരി കെൽട്രോൺ നഗറിൽ നടക്കുന്നത്. സൂപ്പർ കപ്പാസിറ്ററുകൾ ഉപയോഗം കൂടി വരികയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ലിഥിയം അയോൺ ബാറ്ററിക്ക് പല ഡെഫിഷ്യൻസീസും ഉണ്ട്. തണുപ്പ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് UK പോലുള്ള രാജ്യങ്ങളിൽ സൂപ്പർ കപ്പാസിറ്റർ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചാർജ് സ്റ്റോറേജിന് ഇപ്പോൾ തന്നെയാണെങ്കിലും പല ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് കമ്പനിയിൽ തന്നെ ഞങ്ങൾ പല ആപ്ലിക്കേഷൻസിൻ്റെ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇലക്ട്രിക് വെഹിക്കിൾസ്, അതിൽ സൂപ്പർ കപ്പാസിറ്ററും ബാറ്ററിയും കൂടെ ചേർന്ന് ഹൈബ്രിഡ് കപ്പാസിറ്റർ എന്ന് പറയും. അല്ലെങ്കിൽ സൂപ്പർ കപ്പാസിറ്റർ മാത്രമായിട്ട് ചെറിയ വെഹിക്കിൾസ് ഉണ്ടാക്കാം. ഇലക്ട്രിക് വെഹിക്കിൾസ്, എനർജി മീറ്റർ, അതേപോലെ വെഹിക്കിൾസിൻ്റെ ഓട്ടോ ബ്രേക്കിംഗ് സിസ്റ്റം, അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് കൺസ്യൂമർ മേഖലയിലും ഡിഫൻസിലും സ്പേസ് ആപ്ലിക്കേഷനിലും ഒത്തിരി ഉപയോഗങ്ങൾ ഇതിനുണ്ട്. DRDO ഞങ്ങളുടെ സൂപ്പർ കപ്പാസിറ്ററുകൾ ഈ ഇലക്ട്രോണിക് ഫയറിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലെല്ലാം എവിടെയൊക്കെ കുറച്ച് സമയത്തേക്ക് കറണ്ട് ആവശ്യമുണ്ടോ, ഞങ്ങൾ ചാർജിങ് ഡിസ്ചാർജിങ് എന്ന് പറയും. ഉദാഹരണത്തിന് കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ബാറ്ററിയിൽ നിന്ന് കറണ്ട് എടുക്കുന്നത്. അതിനുശേഷം ഡൈനാമയിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. സ്കൂട്ടറായാലും ബാറ്ററി ആണെങ്കിലും ബൈക്കാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് കറണ്ട് ബാറ്ററിയിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ അതുപോലെ കുറച്ച് സമയത്തെ ആവശ്യമുണ്ട്, പിന്നെ ചാർജ് ചെയ്യും. പിന്നെ അങ്ങനെ ചാർജിങ് ഡിസ്ചാർജിങ് കൂടുതൽ സൈക്കിൾസ് പറ്റും. ബാറ്ററി ആണെങ്കിൽ 1000-1500 സൈക്കിൾസ് ചാർജ് ചെയ്യുമ്പോഴത്തേന് തീരും. ഇത് ലക്ഷക്കണക്കിന് ചാർജിങ് പറ്റും. അതുപോലെ തന്നെ ഈ വോട്ടിംഗ് മെഷീനിൽ VVPAT മെഷീൻ എന്നൊക്കെ പറയും. അതിലൊക്കെ പ്രിൻറ്റിങ്ങിന് സമയത്ത് നിങ്ങൾക്കറിയാം, ഈ വോട്ടിംഗ് മെഷീനിൽ പ്രിൻ്റർ വർക്ക് ചെയ്യുന്നത് ഒരു കുറച്ച് സമയത്തിന് മാത്രമേ ഉള്ളൂ, ബാക്കി സമയം ഐഡിയലാണ്. അപ്പോൾ ഈ ഫുൾ ടൈം കറണ്ടിൻ്റെ ആവശ്യമില്ല. അങ്ങനെയുള്ള നിരവധി, അതേപോലെ എനർജി മീറ്റർ, സോളാർ സിസ്റ്റംസ്,
റിന്യൂവബിൾ എനർജി, അതുപോലുള്ള നിരവധി ആപ്ലിക്കേഷനിൽ സൂപ്പർ കപ്പാസിറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ വലിയൊരു മാർക്കറ്റ് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആരും റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നില്ല. കെൽട്രോണാണ് ഇത് ആദ്യം സ്ഥാപിക്കുന്നത്. 4 കോടി ചെലവിൽ നിർമ്മിച്ച ഡ്രൈ റൂമുകളും വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തവയുൾപ്പെടെ 11 പരം മെഷീനറികളും ഉൾപ്പെടുന്നു. 4ാം വർഷത്തോടെ 22 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവും 3 കോടി രൂപയുടെ വാർഷിക ലാഭവും പ്രതീക്ഷിക്കുന്നു. ഉൽപ്പാദന ശേഷി പ്രതിദിനം 2000 സൂപ്പർ കപ്പാസിറ്ററുകളായിരിക്കും. ഈ ഉൽപ്പാദന കേന്ദ്രം വന്നതോടുകൂടി KCCL ലോക നിലവാരമുള്ള ഇലക്ട്രോണിക്സ് കോമ്പണന്റ് ഉൽപ്പാദകരിലൊന്നായി എന്നും അദ്ദേഹം പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ വികസനത്തിനായി കെൽട്രോൺ പ്രധാന കേന്ദ്ര സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളായ ISRO, CMET, NMRL, DRDO എന്നിവയുമായി വർഷങ്ങളായി സഹകരിച്ചു വരികയാണ്. ISROയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് MD പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ മാനേജർമാരായ M പ്രകാശൻ, TS അനിൽ, M അഭിഷേക്, അസിസ്റ്റന്റ് മാനേജർ G രാജുകൃഷ്ണൻ, N ബിനിൽ എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസിൽ ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പവിഴം സൈലേജ് നിർമ്മാണ യൂണിറ്റിന് തുടക്കം. പ്രവർത്തനം ഏച്ചൂർ മാവേലി സ്റ്റോറിന് സമീപം. ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ക്ഷീര കർഷകൻ ശിവകുമാർ. നിർമ്മാണം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാരിൻ്റേത് സർവകലാശാലകളെ തകർക്കുന്ന നയസമീപനം. കുറ്റപ്പെടുത്തലുമായി ജോൺ ബ്രിട്ടാസ് MP. പരാമർശം കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ ടീച്ചേഴ്സ് കളക്ടീവ് വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ. സഹനസൂര്യൻ വിടവാങ്ങി. കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ വിട പറഞ്ഞത് 30 വർഷം നീണ്ട കിടപ്പ് ജീവിതത്തിന് ഒടുവിൽ. അന്ത്യം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വൈ മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടിവിയിൽ തുടങ്ങിയ ബന്ധം. റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ഇതിപ്പോ മോക്ക് വേണ്ടി ഒരു പുതിയ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നത്. നമ്മുടെ ബജറ്റിനും ആവശ്യത്തിനും അനുസരിച്ച് തെരഞ്ഞെടുക്കാവുന്ന ബ്രാൻഡുകളുടെ അതിവിശാലമായ വൻ നിര തന്നെയുള്ളപ്പോ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി, കേരളാസ് ഫസ്റ്റ് ചോയ്സ്. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി, പൂവേ പൊലി, പൂവേ പൊലിയേ.
പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സർവകലാശാലകളെ തകർക്കുന്ന നയസമീപനങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ജോൺ ബ്രിട്ടാസ് MP. കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ ടീച്ചേഴ്സ് കളക്ടീവ് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ വിദ്യാഭ്യാസമായി എങ്ങോട്ടാണ് പ്രയാണം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഇതുപോലുള്ള ചൂണ്ടുപലകകൾ മാത്രം. ഞാൻ ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് ശേഷം പഠിച്ചത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം അവിടെ സീതാറാം യെച്ചൂരിയുടെ ആദരവിന് വേണ്ടി അദ്ദേഹത്തെ ആദരിക്കാൻ ആ യൂണിവേഴ്സിറ്റി വാതിലുകൾ തുറന്നിട്ട് ആദ്യമായിട്ടായിരിക്കും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയുടെ ഭൗതിക ശരീരം അങ്ങോട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ആനയിക്കും. അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്നതിനുള്ള. അതിന് തൊട്ട് മുമ്പ് ഞാൻ ചില പരിപാടികൾക്ക് പോയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഒരു യൂണിവേഴ്സിറ്റി ഇങ്ങനെ കൊല്ലുകയാണ്. അതായത് ഇപ്പോൾ അവിടെ ഒരു ഫാൻ മാറ്റിയിടാൻ പൈസ കൊടുക്കില്ല. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഒരു ഫാൻ കേടായി കഴിഞ്ഞാൽ അത് മാറ്റിയിടാൻ വേണ്ടി പൈസ കൊടുക്കും. ആ രീതിയിലേക്ക് ആ യൂണിവേഴ്സിറ്റി 300 അധ്യാപകരുടെ വേക്കൻസി ഉണ്ട്. അതിൽ 150 അധ്യാപകരുടെ വേക്കൻസി ഇതുവരെ നമ്മൾ ഫില്ല് ചെയ്യും. ആ 150 പേരും ഒരു പ്രത്യേക വിശ്വാസധാരയെ നെഞ്ചോട് ചേർത്ത് വിളിക്കുന്ന ആൾക്കാർ. മാധ്യമങ്ങൾ ജനങ്ങളെ ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ എന്തും വിളിച്ചു പറയുമെന്ന അവസ്ഥയിലാണെന്നും ബ്രിട്ടാസ് പറഞ്ഞു. പി ഹരീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KP അനീഷ് കുമാർ, പ്രൊഫസർ K ശ്രീജിത്ത്, പ്രൊഫസർ V റീജ, ഡോക്ടർ TK പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. SYS SK SSF താഴെച്ചൊവ്വ ഗ്രാൻഡ് മൗലിദും ജില്ലാതല ദഫ് മത്സരവും സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 2 വരെ താഴെച്ചൊവ്വയിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിങ്കളാഴ്ച രാത്രി 7-ന് ബുർദ മജ്ലിസും പ്രഭാഷണവും പാണക്കാട് നൗഫൽ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 1, ഒക്ടോബർ 2 തീയതികളിൽ മൗലൂദ് സദസ്സും ദഫ് മത്സരവും നടക്കുന്നതാണ്. കേരളീയ മുസ്ലിങ്ങൾക്ക് നേരിൻ്റെ വഴി കാണിച്ചുകൊണ്ട് സത്യദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ കരുത്തേക്കിയ മഹത്തായ പ്രസ്ഥാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്തയുടെ പോഷക ഘടകങ്ങളായ SYS-ഉം വിദ്യാർത്ഥി സംഘടനയായ SKSSF-ഉം സാംസ്കാരിക സേവന പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായി മുന്നേറുകയാണ്. 7 വർഷങ്ങൾക്ക് മുന്നെയാണ് താഴെച്ചൊവ്വ ദേശത്ത് സമസ്തയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകർ ചേർന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഒപ്പോൾ സമസ്തയുടെ പോഷക ഘടകങ്ങളായ SYS, SKSSF സംഘടനകളുടെ ശാഖാ കമ്മിറ്റിയും രൂപീകരിച്ച് മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനോടകം തന്നെ നിരവധി സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ താഴെച്ചൊവ്വയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ 3 ദിവസത്തെ വ്യത്യസ്ത പരിപാടികൾ നടത്താനാണ് ശാഖാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. SYS SKSF താഴെച്ചൊവ്വ ശാഖ സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് മൗലീദ് റബീഹ് പ്രഭാഷണവും ജില്ലാതല ദഫ് മത്സരവും സെപ്റ്റംബർ 30, ഒക്ടോബർ 1, 2 തീയതികളിൽ രാത്രി 7-ന് താഴെച്ചൊവ്വയിൽ നടക്കും. മുനീർ ഹുദബി വിളയിൽ പ്രഭാഷണം നടത്തും. ഒക്ടോബർ 1-ന് ചാലാട് ഖത്തീബ് റാഷിദ് അസ്അദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. മൗലിദ് സദസ്സിനും പ്രഭാഷണത്തിനും യഹ്യ ബാക്കബി പുഴക്കര നേതൃത്വം നൽകും. സമാപന ദിവസമായ 2-ന് ജില്ലയിലെ മികച്ച ദഫ് ടീമുകൾ മാറ്റിവെക്കുന്ന ജില്ലാതല ദഫ് മത്സരവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ PP വിഷഫീസ്, PPM സമീർ, PK മുബഷീർ, SH ഷാക്കിർ, PM ഷുക്കൂർ എന്നിവർ പങ്കെടുത്തു. GITയുടെ നേതൃത്വത്തിൽ ഡിസൈനർ ഹണ്ട് 2024 ഭാഗമായി ഓൾ കേരള ഡിസൈനർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ദിനേശ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഫെസ്റ്റ് അഡ്വക്കേറ്റ് P ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, നന്ദനരാജൻ എന്നിവർ മുഖ്യ അതിഥികളായി. നിരവധി ഡിസൈനർമാരും മത്സരാർത്ഥികളും വിദ്യാർത്ഥികളും ഫെസ്റ്റിൽ പങ്കെടുത്തു.
യൂണിറ്റ് ന്യൂസിൽ ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പവിഴം സൈലേജ് നിർമ്മാണ യൂണിറ്റിന് തുടക്കം. പ്രവർത്തനം ഏച്ചൂർ മാവേലി സ്റ്റോറിന് സമീപം. ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങിയ ക്ഷീര കർഷകൻ ശിവകുമാർ. നിർമ്മാണം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാരിൻ്റേത് സർവകലാശാലകളെ തകർക്കുന്ന നയസമീപനം. കുറ്റപ്പെടുത്തലുമായി ജോൺ ബ്രിട്ടാസ് MP. പരാമർശം കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ ടീച്ചേഴ്സ് കളക്ടീവ് വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ. സഹനസൂര്യൻ വിടവാങ്ങി. കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ വിട പറഞ്ഞത് 30 വർഷം നീണ്ട കിടപ്പ് ജീവിതത്തിന് ഒടുവിൽ. അന്ത്യം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വൈ മൈജി കേരളം ഒന്നടങ്കം എന്തുകൊണ്ടാണ് മൈജി ചൂസ് ചെയ്യുന്നത്? മൈജി ആയിട്ടൊരു സ്മാർട്ട് ടിവിയിൽ തുടങ്ങിയ ബന്ധം റെഫ്രിജറേറ്ററും AC ഒക്കെ വാങ്ങാൻ തീരുമാനിച്ചപ്പോഴും വേറൊന്നും മനസ്സിൽ വന്നില്ല. ഇതിപ്പോ മോക്ക് വേണ്ടി ഒരു പുതിയ വാഷിംഗ് മെഷീൻ നോക്കാൻ വന്നത്. നമ്മുടെ ബജറ്റിനും ആവശ്യത്തിനും അനുസരിച്ച് തെരഞ്ഞെടുക്കാവുന്ന ബ്രാൻഡുകളുടെ അതിവിശാലമായ വൻ നിര തന്നെയുള്ളപ്പോ വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. കേരളത്തിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, മൈജി ഫ്യൂച്ചർ. മൈജി കേരളാസ് ഫസ്റ്റ് ചോയ്സ്. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ. പൂവേ പൊലി, പൂവേ പൊലി, പൂവേ പൊലിയേ. ഓണം വന്നേ, തിരുവോണം വന്നേ, സന്തോഷം വിരിഞ്ഞേ സന്തോഷം. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ. പൂവേ പൊലി, പൂവേ പൊലി, പൂവേ പൊലിയേ. സന്തോഷം വിരിഞ്ഞേ സന്തോഷം. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ. പൂവേ പൊലി, പൂവേ പൊലി.
ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ്, കോടിയുടുത്ത് ഓണം. ലുലു സാരീസ്, കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ ഓർമ്മയായി. 30 വർഷം നീണ്ട കിടപ്പു ജീവിതത്തിന് ഒടുവിലാണ് ചൊക്ലി മേനപ്പുറത്തെ പുതുക്കുടി പുഷ്പൻ മരണത്തിന് കീഴടങ്ങിയത്. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് 3:30 മണിയോടുകൂടിയായിരുന്നു അന്ത്യം. ആഗസ്റ്റ് 2 വൈകിട്ടാണ് അതീവ ഗുരുതരാവസ്ഥയിൽ പുഷ്പനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് ഹൃദയാഘാതമുണ്ടതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂത്തുപറമ്പിൽ 1994 നവംബർ 20 നടന്ന ഡിവൈഎഫ്ഐ സമരത്തിന് നേരെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ സുഷുമ്നാ നാഡി തകർന്ന് 24-ാം വയസ്സിൽ കിടപ്പിലായതാണ് പുഷ്പൻ. ചികിത്സയും മരുന്നുമായി വേദനയിലൂടെ നിരന്തര യാത്രയായിരുന്നു ജീവിതം. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നു. CPM നോർത്ത് മേനപ്പുറം ബ്രാഞ്ച് അംഗമായിരുന്നു. പുഷ്പനെ കാണാൻ ജഗുവേരയുടെ മകൾ അലിഡ ഗുവേര ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ഇതിനകം മേനപ്പുറത്തെ വീട്ടിലെത്തിയിരുന്നു. ബാലസംഘത്തിലൂടെയാണ് പുഷ്പൻ ഇടതു രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. നോർത്ത് മേനപ്പുറം LP സ്കൂളിലും ചൊക്ലി രാമവിലാസം സ്കൂളിലുമായി 8ാം ക്ലാസ് വരെ പഠിച്ചു. സ്കൂളിൽ SFI പ്രവർത്തകനായിരുന്നു. വീട്ടിലെ പ്രയാസം കാരണം പഠനം നിർത്തി. ആണ്ടിപ്പീടികയിലെ പലചരക്ക് കടയിൽ ജോലിക്കാരനായി. മൈസൂരുവിലും ബാംഗ്ലൂരുവിലും കടകളിൽ ജോലി ചെയ്തു. ബാംഗ്ലൂരുവിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് കൂത്തുപറമ്പ് സമരത്തിൽ പങ്കെടുത്തത്. പരിയാരം മെഡിക്കൽ കോളേജ് സ്വാശ്രയവൽക്കരിക്കുന്നതിനെതിരെ അന്നത്തെ സഹകരണ മന്ത്രി MV രാഘവനെതിരെ കരിങ്കൊടി കാണിക്കുന്നതിനിടെ പോലീസ് നടത്തിയ വെടിവെപ്പിലാണ് പുഷ്പനും പരിക്കേറ്റത്. KK രാജീവൻ, KV റോഷൻ, ഷിബുലാൽ, ബാബു, മധു എന്നിവർ രക്തസാക്ഷികളായി ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ തളർന്ന ശരീരവുമായി DYFIയുടെയും SFIയുടെയും സമ്മേളനങ്ങളിൽ പലവട്ടം എത്തിയിരുന്നു. DYFI നിർമ്മിച്ചു നൽകിയ വീട്ടിലായിരുന്നു താമസം. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം കാണാൻ പൊതുദർശനത്തിന് വെച്ച തലശ്ശേരി ടൗൺ ഹാളിലാണ് ഒടുവിലെത്തിയത്. കർഷക തൊഴിലാളികളായ പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും 6 മക്കളിൽ 5ാമനാണ് പുഷ്പൻ. കവിയും ചലച്ചിത്രഗാന രചയിതാവുമായിരുന്ന P. ഭാസ്കരന്റെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് ആകാശവാണി കണ്ണൂർ നിലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന കണ്ണീരും സ്വപ്നങ്ങളും എന്ന പ്രതിമാസ പ്രഭാഷണ പരമ്പര കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു. P. ഭാസ്കരൻ കവിതയിലെ ഗാനാത്മകത, ഗാനത്തിലെ കാവ്യാത്മകത എന്ന വിഷയത്തിൽ കാവ്യ നിരൂപകൻ വിജു നായരങ്ങാടിയും സംഗീത നിരൂപകൻ E. ജയകൃഷ്ണനും സംസാരിച്ചു. രണ്ടുപേരും സമീപ പ്രദേശങ്ങളിലാണ് ജീവിച്ചിരുന്നത്. ഒരാൾ കലൂര്, മറ്റൊരാൾ ഇടപ്പള്ളിയിൽ. വൈലോപ്പള്ളി കല്ലൂര് വിളിച്ചാ വിളി കേൾക്കുന്ന ദൂരത്ത് രണ്ടുപേരും ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിക്കുന്നു. എവിടെ? മഹാരാജ് കോളേജിൽ. ചങ്ങമ്പുഴ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചങ്ങമ്പുഴയെ അനുകരിച്ചുകൊണ്ട് ഇടപ്പള്ളിയിൽ മാത്രം 144 കവികൾ ഉണ്ടായിരുന്നു. അവിടെ ഇടപ്പള്ളിയിൽ മാത്രം. അക്കാലത്ത് ചങ്ങമ്പുഴയിൽ നിന്ന് വഴിമാറി നടന്ന ചങ്ങമ്പുഴയുടെ കാൽപ്പനിക ധാരയെ ബ്രേക്ക് ചെയ്ത വിച്ഛേദിച്ച കവിയാണ് വൈലോപ്പള്ളി. അതൊരു ധാരയാണ്. കാൽപ്പനിക ധാര മറ്റൊരു ധാരയാണ്. ജവഹർ ലൈബ്രറിയുമായി ചേർന്നാണ് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചത്. മുൻ മേയർ അഡ്വക്കേറ്റ് TO മോഹനൻ അധ്യക്ഷനായി. ആകാശവാണി കണ്ണൂർ നിലയം മേധാവി M. ചന്ദ്രബാബു, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ TK ഉണ്ണികൃഷ്ണൻ, KV ശരത്ചന്ദ്രൻ, ജവഹർ ലൈബ്രറി സെക്രട്ടറി M. രത്നകുമാർ, മുണ്ടേരി ഗംഗാധരൻ എന്നിവർ സംബന്ധിച്ചു. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള കൈത്തറി ആൻഡ് ടെക്സ്റ്റൈൽ ഡയറക്ടറേറ്റ് നടപ്പിലാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷൻ പദ്ധതിയുടെ കീഴിൽ കേരള കൈത്തറി മുദ്ര രജിസ്ട്രേഷൻ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഒക്ടോബർ 1 നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കോമേഴ്സ് ഹാളിൽ ഉച്ചയ്ക്ക് 12:30 വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. കേരള കൈത്തറി മുദ്രക്കുള്ള രജിസ്ട്രേഷനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനവും 2024 ഒക്ടോബർ 1 ഉച്ചയ്ക്ക് 12:30 ബഹുമാനപ്പെട്ട വ്യവസായ കയർ നിയമവകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ് അവർ നിർവഹിക്കുകയാണ്. ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ അധ്യക്ഷത വഹിക്കും. ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കേരള കൈത്തറി വകുപ്പാണ്. സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള കേരള കൈത്തറി ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പരിപാടി നടത്തുന്നത്. ഈ പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായിട്ട് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയാണ്.
ചടങ്ങിൽ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷത വഹിക്കും. കൈത്തറി ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കി കൈത്തറി മാർക്ക് ഉപയോഗിക്കുന്നതിനായി ഈ പദ്ധതിയിൽ വികസിപ്പിച്ച വെബ്സൈറ്റിൽ ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങളും ചിത്രങ്ങളും ഉൽപ്പന്ന പ്രക്രിയയടക്കം സൊസൈറ്റികൾ അപേക്ഷ സമർപ്പിക്കുകയും വിദഗ്ധ കമ്മിറ്റി പരിശോധിച്ച് അംഗീകരിക്കുന്ന മുറയ്ക്ക് ഒരു QR കോഡ് പ്രസ്തുത ഉൽപ്പന്നത്തിൽ നൽകുകയും ചെയ്യുന്നു. QR കോഡ് ഉൽപ്പന്നത്തിൽ പതിപ്പിക്കുന്നതിനാൽ മേൽ ഉൽപ്പന്നത്തിന്റെ വിശദാംശങ്ങൾ മനസ്സിലാവുകയും ഗുണമേന്മ ഉറപ്പാക്കാൻ കഴിയുമെന്നും ഡയറക്ടർ ST സുബ്രഹ്മണ്യൻ അറിയിച്ചു. 6 മാസത്തിനുള്ളിൽ മുഴുവൻ ഉൽപ്പന്നങ്ങളുടെയും രജിസ്ട്രേഷൻ പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ KS റെജിമോൻ, KV സന്തോഷ്, ശ്രീധന്യൻ, KV ബ്രിജേഷ് എന്നിവരും പങ്കെടുത്തു. പ്രകൃതി ദുരന്തം അനുഭവിക്കുന്ന വയനാട് ജില്ലയ്ക്ക് എക്സ് സർവീസ് ലീഗിന്റെ കൈത്താങ്. ദുരിതാശ്വാസ പുനരധിവാസ നിധിയുടെ ശേഖരണത്തിന്റെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മഹാത്മാ മന്ദിരത്തിൽ KCS സംസ്ഥാന പ്രസിഡന്റ് ലഫ്റ്റനന്റ് കേണൽ P ജയദേവൻ നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനം, വിജയൻ സാറിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഉരുൾപൊട്ടലിന്റെ തലേ ദിവസം അദ്ദേഹം ആ ഏരിയയിലേക്ക് പോയി സന്ദർശിച്ചു. എന്തോ അദ്ദേഹത്തിന്റെ നിമിത്തമെന്ന് പറയാൻ പറ്റില്ല, അദ്ദേഹം അതിന്റെ ഫോട്ടോസ് എടുത്തിട്ടായിരുന്നത്. ഉരുൾപൊട്ടൽ തലേ ദിവസം ഫോട്ടോകൾ നോക്കി. എന്താണ് അദ്ദേഹത്തിന്റെ നിരീക്ഷണം എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടിരുന്നു, അദ്ദേഹം തലേ ദിവസം ഉണ്ടായ ഫോട്ടോ. പക്ഷേ ആ ഫോട്ടോയും ദുരന്തത്തിന് ശേഷം നമ്മൾ നേരിൽ കാണുന്ന കാഴ്ചകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്തതാണ് ഏറ്റവും വലിയ സത്യം. ഒരു സാധനം പോലും, ഒരു സംഗതി പോലും അവിടെ ബാക്കിയില്ലാത്ത തരത്തിലാണ് സർവനാശം സംഭവിച്ചിരിക്കുന്നത്. ആ ദുരന്തത്തിൽ ഉരുൾപൊട്ടൽ സംഭവിച്ച രാത്രി മുതൽ ഈ ഞങ്ങൾ പോകുന്ന ഓഗസ്റ്റ് 20 വരെ ശ്രീ വിജയൻ സർ ആ സ്പോട്ടിൽ ഊണും ഉറക്കവുമില്ലാതെ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. കഴിയുന്ന സഹായങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ആ ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ മനുഷ്യത്വപരമായ എല്ലാ പ്രവർത്തികളും അദ്ദേഹം രാവും പകലുമില്ലാതെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വീട് ഈ ദുരന്തം നടത്തുന്നതിന് വെറും 50 മീറ്റേഴ്സ് പോലും ഇല്ലെന്ന് തന്നെ പറയാം. എന്തോ ഭാഗ്യം. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിന്റെ വീടിന് യാതൊരുവിധ അപകടവും സംഭവിച്ചില്ല. വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള ദൗത്യത്തിൽ 30 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടത്താനാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. ഇതിനായുള്ള ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനമാണ് മന്ദിരത്തിൽ നടന്നത്. ചൂരൽമല സ്വദേശിയും ദുരന്തബാധിത പ്രദേശത്ത് രാപ്പകൽ കർമ്മനിരതനുമായ ഹോണറ്റി ക്യാപ്റ്റൻ H വിജയനെയും KSESL കല്യാട് യൂണിറ്റിന് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാൻ സ്ഥലം സൗജന്യമായി നൽകിയ V ലക്ഷ്മണനെയും ജില്ലാ കമ്മിറ്റി ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് വത്സരാജ് മടയമ്പത്ത് അധ്യക്ഷത വഹിച്ചു. നരേന്ദ്രൻ നാരായണൻ പയ്യരട്ട, PV തമ്പാൻ, അജികുമാർ ഇളയടത്ത്, മത്തായി കുഞ്ഞ്, ഉണ്ണികൃഷ്ണൻ, രവീന്ദ്രൻ PV, സുരേന്ദ്രൻ C, വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 150 വീടുകൾ ഒന്നും കാണാനില്ല, എവിടെയായിരുന്നു ഒന്നും കാണാനില്ല. ഇതിൽ എത്ര പേര് താമസിക്കുന്നു ഒരു അളവും കണക്കും മാർക്കുമില്ല. പക്ഷേ ഒരു ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ആയത് കാരണം എനിക്ക് ഓരോ വീടുകളും അന്യമതസ്ഥരായി കഴിഞ്ഞാലും അവരുടെ വീടുകളിലൊക്കെ ഞങ്ങൾ കയറിയിട്ട് ഉത്സവവും ഈ ശിവരാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിവിന് പോകും എല്ലാ വീടുകളിലും. അപ്പൊ ആ വീടുകളൊക്കെ ഇന്നാളെ വീടുകളുള്ളത് എനിക്കറിയാം. അപ്പൊ ആ വീടുകൾ തുടച്ച് നീക്കപ്പെട്ടിരിക്കുന്നു, ഒന്നുമില്ല. സമസ്ത പ്രവാസി സെൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഒക്ടോബർ 2 കണ്ണൂർ താണ സാധു കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്ന സമസ്ത ഗ്രാൻഡ് മൗലിദിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സമസ്ത പ്രവാസി സെൽ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അസ്ലം തങ്ങൾ, അൽ മജ്ഹൂർ സ്റ്റേറ്റ് സെക്രട്ടറി AK അബ്ദുൾ ബാഗി എന്നിവർ കണ്ണൂർ പ്രസ് ക്ലബ്ബ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 11 മണിക്ക് സയ്യിദ് അസ്ലം തങ്ങൾ അൽ മജ്ഹൂറിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ സിറ്റി മൗല മഗ സിയാറത്ത്, വൈകുന്നേരം 4 മണിക്ക് താണ സാധു കല്യാണ മണ്ഡപത്തിൽ ഉമ്മർ കോയ തങ്ങളുടെ പ്രാരംഭ പ്രാർത്ഥനയോടെ തുടക്കമാവും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മസുദിനവുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന 2-ാം തീയതി ബുധനാഴ്ച കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ തിരുനബിയുടെ പ്രകീർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രാൻഡ് അനുസ്മരണ സംഗമം നടക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കണ്ണൂർ സിറ്റിയിലെ സയ്യിദ് മുഹമ്മദ് മൗലൽ ബുഖാരിയുടെ മക്ബറ സിയാറത്തിന് പ്രവാസി സെല്ലിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഷ്ഹൂർ നേതൃത്വം നൽകും. വൈകുന്നേരം 4 മണിക്ക് ഉദ്ഘാടന സമ്മേളനം ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും.
പ്രസിഡന്റ് സയ്യിദ് അസ്ലം തങ്ങളുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി AK അബ്ദുൽ ബാക്കി, ഇബ്രാഹിം ബാക്കഫി പന്നിയൂർ, T അബ്ദുൾ റസാഖ് ഹാജി പാനൂർ, അസ്ലം അസ്ഹരി പൊയ്ത്തുംകടവ് എന്നിവർ ഉസ്വത്തുന ഹസന സന്ദേശങ്ങൾ കൈമാറും. തുടർന്ന് ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ സമൂലിനി മദ്ഹൂർ റസൂൽ പ്രഭാഷണം നടത്തും. മഗ്രിബ് നിസ്കാരാനന്തരം നടക്കുന്ന ഗ്രാൻഡ് മൗലിദ് സമസ്ത പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സമസ്ത ട്രഷറർ PP ഉമ്മർ മുസ്ലിയാർ, കേന്ദ്ര മുഷാവറ മെമ്പർമാരായ ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി, AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ, TS ഇബ്രാഹിം മുസ്ലിയാർ, KKP അബ്ദുള്ള മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് ജമലുൽ അലി തങ്ങൾ, സമസ്ത പ്രവാസി സംസ്ഥാന പ്രസിഡന്റ് ആദിശ്ശേരി ഹംസക്കുട്ടി ബാക്കഫി, സെക്രട്ടറി മാനർ ഇസ്മയിൽ കുഞ്ഞുഹാജി, പാണക്കാട് സയ്യിദ് ബസീർ അലി ശിഹാബ് തങ്ങൾ, പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, അബ്ദുറഹ്മാൻ കല്ലായി ബ്ലാത്തൂർ, അബൂബക്കർ ഹാജി എന്നിവർ സംസാരിക്കും. തുടർന്ന് അസ്മാഉൽ ഹുസ്ന, അസ്മാഉൻ നബീസ, സീറത്തുന്നബി പാരായണം. തുടർന്ന് സമസ്ത കണ്ണൂർ ജില്ലാ മുഷവറ ഉസ്താദുമാരും പോഷക ഘടകങ്ങളുടെ ഭാരവാഹികളും നേതാക്കളും നിരവധി സദാത്യങ്ങളും പണ്ഡിതരും മുത്തലിമുകളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഗ്രാൻഡ് മൗലിദ് സദസ്സ് സയ്യിദ് KPP തങ്ങൾ അൽ ബുഖാരി, സയ്യിദ് സഫ്വാൻ തങ്ങൾ ഏഴിമല, സയ്യിദ് മുഹമ്മദ് ഹുസൈൻ തങ്ങൾ കാങ്കോൽ, ചുഴലി മുഹമ്മദ് യദീൻ ബാക്കഫി തുടങ്ങിയവർ നേതൃത്വം നൽകും. പ്രമുഖ പ്രഭാഷകൻ നൌഷാദ് ബാക്കഫി ചിറയൻകീഴ് മുഖ്യപ്രഭാഷണം നടത്തും. സമൂഹ പ്രാർത്ഥന, അസ്മാഉൽ ഹുസ്ന, അസ്മാഉൻ നബി പാരായണം, സലാം ബൈത്ത്, യാ അക്രം ബൈത്ത്, ഗ്രാൻഡ് മൗലിദ് പാരായണം, മദ്ഹൂർ റസൂൽ പ്രഭാഷണം, സീറാലാപനം, കൂട്ടപ്രാർത്ഥന എന്നിവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി T അബ്ദുൾ റസാഖ് ഹാജി പാനൂർ, മൊയ്തു നിസാമി പാലത്തുങ്കര, OP മൂസാൻകുട്ടി ഹാജി, മനാഫ് ഹാജി, MK മുഹമ്മദ് വിളക്കോട്, അഷ്റഫ് ഹാജി പാലത്തായി, പബ്ലിസിറ്റി ചെയർമാൻ സത്താർ കൂടാളി, കൺവീനർ ഷഹീർ പാപ്പിശ്ശേരി, കൺവീനർ ATK ദാരിമി തിരുവട്ടൂർ എന്നിവരും പങ്കെടുത്തു. ലോക പരിസ്ഥിതി ആരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ IMA ഹാളിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ആരോഗ്യവും മനുഷ്യാരോഗ്യവും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകമാകമാനം പരിസ്ഥിതി ആരോഗ്യ ദിനം ആചരിക്കുന്നത്. കഴിഞ്ഞ 3 പദയാത്രകളിലായിരുന്നു ഞാൻ മലയാളത്തിലും ഇംഗ്ലീഷിലും എനിക്ക് അറിയുന്ന ഹിന്ദിയിലും പല രാജ്യങ്ങളിൽ പല ജനങ്ങളിൽ പ്രസംഗിച്ച് നടക്കാറുണ്ട്. ഭാഷ കഴിയുന്നത് കൊണ്ട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കുകയും ചെയ്യും. പക്ഷേ വിശദീകരിക്കുന്ന വയറിൽ അമിതമായി സംസാരിക്കേണ്ടത് ആപത്താണെന്ന് തിരിച്ചറിയുന്ന ഞാൻ ചില കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രകൃതി നമ്മുടെ പ്രതിഭാസങ്ങൾക്ക് അപ്പുറം എത്രയോ നീണ്ടു നിൽക്കുന്ന എന്നതൊന്നാണ്. നമ്മൾ ചെറിയ വിധങ്ങളൊക്കെ എടുക്കുമ്പോഴേ സ്വപ്നസങ്കേതങ്ങളിൽ നമ്മുടെ വലിയ ആളാണെന്ന് ചിന്തിച്ച് നമ്മുടെ ചുറ്റുപാടിനെ കുറിച്ച് നമ്മൾ അറിയാത്ത ഒരു ലോകത്തിലൂടെ നാം എത്തുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മളിടയിൽ. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ KT അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ NHM പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ PK ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെയും സുസ്ഥിരമായ സമ്പ്രദായങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെയും ഞാൻ പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും അതോടൊപ്പം മറ്റുള്ളവരെ പരിസ്ഥിതി സംരക്ഷണത്തിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി ആരോഗ്യ ദിനത്തിന്റെ പ്രാധാന്യം ഉദ്ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ഹാൻഡ് പ്രിന്റ് ക്യാമ്പയിനും സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ അശ്വിൻ G, ജില്ലയിലെ മേജർ ഹോസ്പിറ്റൽ സൂപ്രണ്ടുമാർ, ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർമാർ, ജില്ലയിലെ മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ജില്ലയിലെ എല്ലാ കീഴ്ഘടക സ്ഥാപനങ്ങളിലും ദിനാചരണ പ്രതിജ്ഞ ചൊല്ലുകയും അതോടൊപ്പം ബോധവൽക്കരണ ക്ലാസുകളും പ്രകൃതിദത്ത നിറങ്ങൾ ഉപയോഗിച്ചുള്ള ഹാൻഡ് പ്രിന്റ് ക്യാമ്പയിൻ എന്നിവയും ലോക പരിസ്ഥിതി ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു. പരിസ്ഥിതി ആരോഗ്യവും മനുഷ്യാരോഗ്യവും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകമാനം പരിസ്ഥിതി ആരോഗ്യ ദിനം ആചരിക്കുന്നത്. പ്രാവർത്തികമാക്കാവുന്ന ജീവിതശൈലി മാറ്റങ്ങളായ മലിനീകരണം ഇല്ലാത്ത പാചക ഇന്ധനത്തിന്റെ ഉപയോഗം, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾ കുറക്കൽ, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി മലിനീകരണം ലഘൂകരിക്കുന്നതിനായി വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിക്കൽ, മാലിന്യം എല്ലായ്പ്പോഴും തരംതിരിച്ചു മാത്രം സംസ്കരിക്കൽ എന്നിവയൊക്കെ പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള ഫലപ്രദമായ മാർഗങ്ങളാണ്. പോഷകദായകവും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതുമായ പ്രാദേശികമായി ലഭ്യമാകുന്ന മുരിങ്ങക്കായ, ചീര, മുരിങ്ങയില ഉൾപ്പെടെയുള്ള പച്ചക്കറികളുടെയും മറ്റ് വിളകളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക എന്നതും പരിസ്ഥിതി ആരോഗ്യത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങൾ ആണ്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പവിഴം സൈലേജ് നിർമ്മാണ യൂണിറ്റിന് തുടക്കം. പ്രവർത്തനം ഏച്ചൂർ മാവേലി സ്റ്റോറിന് സമീപം. ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ക്ഷീര കർഷകൻ ശിവകുമാർ. നിർമ്മാണം എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റേത് സർവകലാശാലകളെ തകർക്കുന്ന നയസമീപനം. കുറ്റപ്പെടുത്തലുമായി ജോൺ ബ്രിട്ടാസ് MP. പരാമർശം കണ്ണൂർ യൂണിവേഴ്സിറ്റി താവക്കര ക്യാമ്പസിൽ ടീച്ചേഴ്സ് കളക്ടീവ് വാർഷികം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെ. സഹനസൂര്യൻ വിടവാങ്ങി. കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ വിട പറഞ്ഞത് 30 വർഷം നീണ്ട കിടപ്പ് ജീവിതത്തിന് ഒടുവിൽ. അന്ത്യം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ. ഇതോടെ സിറ്റി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.